ഏവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജനാധിപത്യത്തിൽ പൗരന്മാരാണ് വിജയിക്കേണ്ടത്. എന്നാൽ ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വൻ പണച്ചിലവുള്ള ഒരു ബിസിനസ്സായി മാറിയതിലൂടെ പണക്കൊഴുപ്പുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളുകൾ മാത്രം അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. ഇതിൽ പൗരന്മാർ പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലുള്ളത് വെറും സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങളാണ് വേണ്ടത്. ഒരു വശത്ത് ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേട്, മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ. ഇതിനിടയിൽ വർഗീയ ശക്തികളുടെ വളർച്ചയും സംസ്ഥാനത്തെ ഗ്രസിക്കുന്ന സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എല്ലാ തരത്തിലും വൃത്തിഹീനമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ എക്കാലവും ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ശരിക്കും ബാധിക്കുന്നത് എന്നറിയണം. പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി ഫണ്ട് കണ്ടെത്താനും ചിലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ വളരെ കുറവാണ് എന്നോർക്കണം. പദ്ധതികൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിനും അംഗീകാരത്തിനുമായി അവർ കാത്തിരിക്കേണ്ടി വരുന്നതിനാൽ പ്രാദേശിക വികസനത്തെ ആർക്കും ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയം എന്നത് ഒരു ബിസിനസ് സ്ഥാപനമാണ് എന്ന് പറയുന്നതാണ് ശരി. ഈ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കയറിക്കൂടി പണമുണ്ടാക്കാനാണ് എല്ലാവരും രാഷ്ട്രീയ ഉടുപ്പ് തയ്പ്പിക്കുന്നത് എന്നോർക്കണം. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നത് പഞ്ചായത്ത് മുതൽ കേന്ദ്രം വരെ ഉൾപ്പെടുന്നതാണ്. അതല്ലാതെ ആരും നാടിന്റെ സേവകരല്ല എന്ന് നിങ്ങൾ അറിയണം. എന്നാൽ ഇങ്ങനെ നമുക്കറിയാവുന്ന രാഷ്ട്രീയക്കാരിൽ ആർക്കും തന്നെ ജോലിയോ മറ്റു വരുമാന മാർഗങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും അവർ വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുകയും വലിയ വലിയ വീടുകൾ വയ്ക്കുകയും അതുപോലെ തന്നെ അവർ പൊതുവെ സമൂഹത്തിൽ സമ്പന്നരായ ആൾക്കാരാണ്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം എന്ന് ആരും അന്വേഷിക്കുന്നില്ല എന്നോർക്കണം. അതായത് രാഷ്ട്രീയത്തെ ഒരു തൊഴിലായി പൊതുജനങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ശമ്പളം മാത്രമല്ല, അവർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു വിഹിതവും അവർക്ക് അർഹമാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പൊതുവെ സംസാരിക്കാറുള്ളത്. ഏതാണ്ട് 20% ഒരു പദ്ധതിയുടെ ഭാഗമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ രാഷ്ട്രീയത്തിന്റെ ബിസിനസ്സായി കാണുന്നത് കൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനം, റോഡ് വികസനം, കുടിവെള്ള പരിഹാരം, വഴിവിളക്കുകൾ, വീടുകൾ തുടങ്ങി അടിസ്ഥാന പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കാൻ ആരും തയ്യാറാവുന്നില്ല. കാരണം ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തവണ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പദ്ധതികൾ ഇങ്ങനെ പൂർത്തീകരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിലൂടെ അവർക്ക് വീണ്ടും വീണ്ടും വരുമാനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യം തന്നെയാണ്. അതല്ലാതെ റോഡിൽ കുറച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടാക്കിയിട്ടോ, റോഡിലെ കട്ടറിനകത്ത് കുറച്ച് കല്ല് വിറക്കിയിട്ടാ ഒന്ന് വൃത്തിയാക്കിയോണ്ടോ, കുറച്ച് പുല്ല് പറിച്ച് കളഞ്ഞിട്ടൊന്നും പ്രശ്നം അവസാനിക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യം തന്നെയാണ്. ഇതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ ഇന്നേ വരെ ഒരു സർക്കാരിനോ ഒരു തദ്ദേശ സ്ഥാപനങ്ങൾക്കോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ മാലിന്യം കുമിഞ്ഞുകൂടുന്നതുകൊണ്ട് സ്ഥിരമായി കേരളം രോഗങ്ങളുടെ ഒരു താവളമാണ്. മഴക്കാലത്ത് നമുക്കുണ്ടാവുന്നത് മഴക്കാല രോഗങ്ങൾ, വേനൽക്കാലത്ത് വേനൽക്കാല രോഗങ്ങൾ. പിന്നെ എപ്പോഴാണ് നമുക്ക് രോഗമില്ലാതുള്ളത്? നമ്മൾ വലിയ വീരമതമൊക്കെ അടിക്കാറുണ്ട്, കേരളം ആരോഗ്യപരമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്നൊക്കെ. ചുമ്മാതാണത്. ഇന്ത്യയിൽ ഇത്രയധികം രോഗങ്ങളുള്ള ഒരു സംസ്ഥാനം വേറെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വേറെ ഏത് സംസ്ഥാനത്താണ് എല്ലാ സമയങ്ങളിലും ഇതുപോലെ പകർച്ചവ്യാധികളും ആരും കേട്ടിട്ടില്ലാത്ത രോഗങ്ങളാണ് കേരളത്തിലുള്ളത്? ഒരു സംസ്ഥാനത്തും ഇതിനേക്കാൾ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു ജനതയ്ക്കിടയിലും ഇത്രയധികം രോഗങ്ങൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതും എല്ലാ കൊല്ലവും ഉണ്ട്. കേരളത്തെ സംബന്ധിച്ച് പകർച്ചവ്യാധികൾ സ്ഥിരമായ ഒരു കാര്യമാണ്. ഒരു കൊല്ലം പകർച്ചവ്യാധി ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. എന്നാ പറ്റി, രോഗങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അതുപോലെ തന്നെ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും തന്നെ ശ്വാസകോശ രോഗങ്ങളോ ക്യാൻസറോ ഷുഗറോ കൊളസ്ട്രോളോ ഇങ്ങനെ ഏതെങ്കിലും രോഗമില്ലാത്തവർ വളരെ അത്യപൂർവമാണ്. വലിയ വീടുകളും കാറുകളും മികച്ച ജീവിത സൗകര്യങ്ങളും എല്ലാം ഉള്ളവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ മലയാളികളുടെ ഈ വീടുകളാണ് മാലിന്യത്തിന്റെ ഉറവിടം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് രോഗങ്ങൾ മാറാത്തതും. ഇക്കാര്യമെല്ലാം നമുക്കറിയാമെങ്കിലും നമ്മൾ അതിനെ മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്. ഒന്നും അറിയാത്തതുപോലെ നമ്മൾ നടിക്കുകയാണ്. അതിന് കാരണം തൊട്ടപ്പുറത്ത് ഒഴിഞ്ഞ പറമ്പുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും മാലിന്യങ്ങൾ വലിച്ചെറിയാൻ അതിനെ സൗകര്യപ്രദമായി ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ വീടിന്റെ തൊട്ടടുത്ത് മറ്റു ഒഴിഞ്ഞ പറമ്പുകളൊന്നുമില്ല, മാലിന്യം വലിച്ചെറിയാൻ കഴിയാത്തവർ അവരുടെ മാലിന്യങ്ങൾ റോഡിലേക്കോ പുഴയിലേക്കോ വലിച്ചെറിയാനാണ് ശ്രമിക്കുന്നത്. ഇത് ആരും കാണാതിരിക്കാനാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. കാരണം എല്ലായിടത്തും ക്യാമറ ഉള്ളതുകൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ ആരും കാണാതെ വെളുപ്പാങ്കാലത്തോ അല്ലെങ്കിൽ പാതിരാത്രിയിൽ കൊണ്ട് തള്ളുന്ന ഒരു തന്ത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത്തരം ഉത്തരവാദിത്വമില്ലാത്ത ജീവിത രീതികൾ തുടരുന്നതുകൊണ്ട്
രോഗങ്ങൾ വീടിനെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വളർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മളെക്കാൾ ഉത്തരവാദിത്തം കുറഞ്ഞവരാണ് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമെല്ലാം. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ മാലിന്യം സ്വന്തമായി സംസ്കരിക്കാൻ നിർദ്ദേശിക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ് എന്നുള്ളതാണ്. 3 സെന്റിലും 5 സെന്റിലുമാണ് നമ്മുടെ വീടുകളിൽ ഭൂരിഭാഗം ഇപ്പോഴുള്ളത്. അതുകൂടാതെ ഇപ്പോൾ ഫ്ലാറ്റ് സംസ്കാരം കേരളത്തിൽ വളരുന്നത് കൊണ്ട് സ്വന്തമായി മാലിന്യം ഇവരെല്ലാം സംസ്കരിക്കണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ ഈ മാലിന്യങ്ങൾ പൊതുജനങ്ങളുടെ തലയിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വയം കൈ കഴുകാൻ വേണ്ടിയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്ഥിരമായി മഴയുള്ള കേരളത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ തർക്കത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നോർക്കണം. അതിനാദ്യം വേണ്ടത് റോഡുകളുടെ കാര്യത്തിലുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. റോഡുകൾ പണിയുക എന്നത് വെറും പണമുണ്ടാക്കാൻ മാത്രമുള്ള ഒരു വഴിയല്ല. ഈ റോഡുകളെക്കാൾ ആദ്യം പണിയേണ്ടത് സ്ഥിരമായി മഴയുള്ള കേരളത്തിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓവുചാലുകളാണ്. ഇതിനെ കേരളത്തിലെ മുഴുവൻ റോഡിൻ്റെയും അടിയിൽ തന്നെ വലിയ ടണലുകൾ നിരത്തി വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ഒക്കെ വേസ്റ്റ് വാട്ടർ പൈപ്പുകൾ കണക്ട് ചെയ്യുക എന്നത് മാത്രമാണ് പോംവഴി. ഇത്തരം സംയോജിത ഡ്രെയിനേജ് സിസ്റ്റമാണ് യൂറോപ്പിലും അമേരിക്കയിലും സമ്പന്ന അറബ് രാജ്യങ്ങളിലുമെല്ലാം ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് കേൾക്കുന്നവരിൽ പലരും വിദേശത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം. അവിടെയൊന്നും നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ വേസ്റ്റ് കുമിഞ്ഞു കൂടി കിടക്കുകയോ അല്ലെങ്കിൽ അതുമൂലം കാലാകാലം രോഗങ്ങൾ ഉണ്ടാവുകയൊന്നും ചെയ്യുന്നില്ല. അതിനർത്ഥം അവിടെ വേസ്റ്റ് ഉണ്ടാവുന്നില്ല എന്നാണ്. പക്ഷെ അതിനെ അവർ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് പുറം ലോകം അറിയാതെ പോകുന്നത്. അതല്ലാതെ കേരളത്തിൽ മാത്രമല്ല മാലിന്യമുള്ളത്. അതുകൊണ്ട് മാലിന്യം എവിടെയെങ്കിലും കൂടിക്കിടന്നോട്ടെ, ഈച്ചയും കൊതുവൊക്കെ പെരുകി ഇവിടെ രോഗമുണ്ടാവട്ടെ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ മാലിന്യം സ്വയം ഡംപ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയൊക്കെ സർക്കാർ നിർദ്ദേശിക്കുകയല്ല വേണ്ടത്. സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം തന്നെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനാണ് റോഡുകൾക്കടിയിൽ വലിയ ടണലുകൾ സ്ഥാപിക്കാൻ പറയുന്നത്. ഈ സംയോജിത ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് മഴവെള്ളത്തെയും വീടുകളിൽ നിന്നുള്ള മാലിന്യജലങ്ങളെയുമെല്ലാം ഒരേ ടണലിലൂടെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. ഈ ടണൽ ചെന്നെത്തുന്നത് വലിയ ശുദ്ധീകരണ പ്ലാന്റുകളിലാണ്. അവിടെയാണ് ഈ ജലത്തിൻ്റെ ശുദ്ധീകരണം നടക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ കൂടുതൽ മഴയുള്ളതുകൊണ്ട് ഇത്രയും ജലം ശുദ്ധീകരണ പ്ലാന്റുകളിലേക്ക് അയക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ മഴവെള്ളം മലിനജലം എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ സ്റ്റോം ഡ്രെയിൻ വഴി തോടുകൾ, നദികളിലൂടെ കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്നതാണ്. എന്നാൽ വീടുകളിലെയും വ്യവസായ സ്ഥാപനങ്ങളിലെയും മലിനജലം അല്ലെങ്കിൽ സാനിറ്ററി സീവർ മാത്രം ടണൽ വഴി ശുദ്ധീകരണ പ്ലാന്റുകളിലേക്ക് എത്തുമ്പോൾ ഈ മലിനജലത്തിലുള്ള ഖരമാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ബയോഗ്യാസ് പോലുള്ളവ ഉണ്ടാക്കുകയോ അതുകൂടാതെ കാർബൺ ഡയോക്സൈഡ്, മീഥേൽ, നൈട്രജൻ, ഫോസ്ഫറസ് അങ്ങനെ അനേകം വാതകങ്ങൾ വേർതിരിച്ച് ഈ ജലത്തെ ഒരു ശുദ്ധജലമാക്കി തിരികെ പൊതുജനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ ടാങ്കുകളിൽ എത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും കേരളത്തിൽ ജലക്ഷാമം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് ആർക്കും പറയേണ്ടി വരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നതുകൊണ്ട് കുടിവെള്ള പ്രശ്നം ഞാൻ പരിഹരിക്കും എന്ന് ഒരു സ്ഥാനാർത്ഥിയും പറയേണ്ടി വരുന്നില്ല. കാരണം നമ്മൾ തന്നെ ഉപയോഗിച്ച വാട്ടർ അതിനെ ശുദ്ധീകരിച്ച് നമ്മൾ തന്നെ നമ്മുടെ മറ്റ് അലക്കാനും കുളിക്കാനും ഒക്കെയുള്ള വെള്ളമാക്കി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ വെള്ളമില്ലേ എന്ന് പറഞ്ഞാൽ അലർക്ക് പോയി ആരും നടക്കേണ്ടി വരുന്നില്ല. സ്ഥാനാർത്ഥികൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കേണ്ട ആവശ്യവും വരുന്നില്ല. എന്നാൽ ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരിക്കലും സർക്കാർ മുൻകൈ എടുക്കാത്ത സ്ഥിതിക്ക് ഇത്തരം സംരംഭങ്ങളുടെ ഫാക്ടറികൾ സ്ഥാപിക്കാൻ പൊതുജനങ്ങൾ മുൻകൈ എടുക്കുകയും ഒഴിഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്തുകയും വാർഡ് തോറും ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പോലും എല്ലാവരെയും നിക്ഷേപകരാക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്ക് ഉണ്ടാവുക മാത്രമല്ല, എല്ലാവർക്കും മുടക്കുമുതലനുസരിച്ച് സ്ഥിരമായിട്ട് ഒരു വരുമാനവും കൂടാതെ 10,000-കണക്കിന് ആളുകൾക്ക് ജോലിയുമാണ് ഇതിലൂടെ തനിയെ ഉണ്ടാവുന്നത് എന്നോർക്കണം. അതിലുപരി കേരളത്തിൽ ഒരിക്കലും ജലക്ഷാമം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി അഥവാ ഇങ്ങനെ ശുദ്ധീകരിക്കുന്ന മലിനജലം നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാതെ വന്നാൽ നമുക്ക് മഴവെള്ളവും ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ആവശ്യങ്ങളുടെ ബാക്കിയായിട്ട് നമുക്ക് ഉപകരിക്കും. തന്നെയുമല്ല, ഈ മഴവെള്ളം ശുദ്ധീകരിച്ച് നമുക്ക് കുടിവെള്ളമാക്കാനും കഴിയും. അതിന് മറ്റേ അത്രയും ചിലവ് വരില്ല. വളരെ കക്കൂസിന്നൊക്കെയുള്ള വെള്ളമായതുകൊണ്ട് അതിന് ശുദ്ധീകരിക്കാൻ ഒരുപാട് ചിലവ് കൂടും. പക്ഷേ മഴവെള്ളം അത്രയധികം ശുദ്ധീകരിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ചിലവ് കുറയും, നമുക്ക് ഇഷ്ടംപോലെ കുടിവെള്ളവും കിട്ടും. പക്ഷേ ഈ വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിക്കാൻ പറഞ്ഞിട്ട് ഉദ്ദേശം അത് വിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ മഴവെള്ളം മാത്രം എടുത്താൽ മതി, മഴവെള്ളം കൊണ്ട് മാത്രം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ മഴവെള്ളം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് വേസ്റ്റ് വാട്ടറിനെ ശുദ്ധീകരിക്കാൻ പറയുന്നതിൻ്റെ കാരണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മളിപ്പോൾ സ്ഥിരമായി ഓരോ കൊല്ലവും ഓരോരുത്തരും കാശ് മുടക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ആരും കുഴൽക്കിണർ പിടിച്ച് കാശ് കളയേണ്ട ആവശ്യം വരുന്നില്ല.
വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കുഴക്കണം ഉണ്ടാക്കുന്നത്? അപ്പോൾ നമ്മളവർക്ക് ഇങ്ങനെ കിട്ടുന്ന വെള്ളം ചുമ്മാതെ കിട്ടുമെന്ന്, ചുമ്മാ ഒന്നും കിട്ടുമൊന്നുമില്ല, നമ്മളതിന് പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ കാശ് കൊടുക്കാൻ നമ്മുടെ ആരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കണ്ട. കാരണം നമ്മളിതിനകത്ത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു തുക. ആ തുകയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു അംശം ഇതിൻ്റെ വാടകയായിട്ടങ്ങ് കൊടുത്താൽ ഈ കിട്ടുന്ന വെള്ളത്തിൻ്റെ ഒരു ഫീസായിട്ട് കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിൽ അടച്ചാൽ മതി. എന്നാൽ ഞാൻ ഈ ചാനലിലിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ മലിനജലം ഫാക്ടറികളിൽ എത്തിക്കുന്നതിന് മുമ്പ് അതിന് വലിയ ടണലുകൾ ആവശ്യമുണ്ട്. കേരളത്തിലുള്ള മുഴുവൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അതുകൂടാതെ ജനവാസമുള്ള എല്ലാ സ്ഥലങ്ങൾ വഴിയും കടന്നു പോകുന്ന വലിയ അളവിലുള്ള ടണലുകളാണ് ഇതിന് ആവശ്യം. ഈ ടണലുകൾ പണിയേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഈ ടണലുകൾ ഉണ്ടാക്കാൻ വേണ്ടി സർക്കാരിന് ലോൺ എടുക്കാൻ കഴിയും. അത് റോഡ് വികസനത്തിൻ്റെ ഭാഗമായി തന്നെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി പ്രത്യേകം കാശൊന്നും സർക്കാർ ഉണ്ടാക്കേണ്ടി വരുന്നില്ല. കാരണം റോഡ് ടാക്സ് വരുന്ന കൂട്ടത്തിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാക്സ് അടിച്ചുകൊണ്ട് ഇത് സിമ്പിളായിട്ട് ഈ കാര്യം സർക്കാരിന് ആ ഫണ്ട് പൈസ തിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ടണലുകൾ ഉണ്ടാക്കാൻ വേണ്ടി സർക്കാരിനെ നിർബന്ധിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഉത്തരവാദിത്വം. എങ്കിലേ ഇതെല്ലാം നടപ്പിലാവുകയുള്ളൂ. ഈ ടണലുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാരംഭ തയ്യാറെടുപ്പ് തന്നെ. ഇങ്ങനെ ടണലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായും വീടുകളിൽ നിന്നുള്ള കണക്ഷനുകൾ ഉണ്ടാവും. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ എല്ലാം കൂടി നേരെ കടലിലേക്ക് കൊണ്ട് അടിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്വാഭാവികമായും ഫാക്ടറികൾ ഉണ്ടാക്കാൻ സർക്കാർ തന്നെ നിർബന്ധിതമാകും. കാരണം കോടിക്കണക്കിന് ലിറ്റർ വേസ്റ്റ് വാട്ടർ കടലിലേക്ക് കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ പരിസരത്ത് നിൽക്കാൻ പറ്റത്തില്ല നാട്ടം. അത് കാരണം കടലിലേക്ക് ഈ വെള്ളമൊന്നും തള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സർക്കാർ തന്നെ ഫാക്ടറികൾ സ്ഥാപിക്കാൻ നിർബന്ധിതമാവും. അതല്ലെങ്കിൽ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഫാക്ടറികൾ സ്ഥാപിക്കുക, അവരെ നിക്ഷേപകരാക്കുക. അങ്ങനെയൊക്കെ ഇത് സംഗതി സക്സസ് ആവും. അതല്ലാതെ എല്ലാം സർക്കാർ ഇങ്ങനെ കാശ് മുടക്കി മൊത്തം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, സ്വാഭാവികമാണ്. അപ്പം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാശുള്ളവരില്ലേ? ഏത് സാധാരണക്കാരൻ വിചാരിച്ചാൽ പോലും ഒരു 10,000 രൂപ 5,000 രൂപയോ ഷെയർ ഇട്ടുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ അപ്പം തന്നെ പിരിയും. കാരണം 3.5 കോടി ജനമുള്ള കേരളത്തിൽ പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചുമ്മാ ഒരു രോഗമാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പിരിക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടും 2 കോടി രൂപ. പിന്നെയാണ് ഇതുപോലത്തെ ഒരു വരുമാനമുള്ളൊരു കേസിലേക്ക് ജനങ്ങൾ കാശ് മുടക്കാതിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമേ അല്ല കേരളത്തിനെ സംബന്ധിച്ച്. അതിനെക്കുറിച്ച് ടെൻഷൻ്റെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. എല്ലാ വില്ലേജുകളിലും ചെന്നിട്ട് എല്ലായിടത്തും ചെന്ന് ഓരോ വാർഡ് തോറും ജനങ്ങളെ മുഴുവൻ പങ്കാളികളാക്കണം. എങ്കിലേ ഉള്ളൂ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും വരുമാനവും കിട്ടും, ലാഭം കിട്ടുമല്ലോ. കൃത്യമായ കണക്കും കാര്യങ്ങളും ഇതെല്ലാം വരുമ്പോൾ തട്ടിപ്പൊന്നും എടുത്ത് നടക്കുകയൊന്നുമില്ല. ഇങ്ങനെ ഡ്രെയിനേജ് സംവിധാനം വരുന്നതോടെ പകർച്ചവ്യാധികൾ പരത്തുന്ന ക്ഷുദ്രജീവികൾ ഇല്ലാതാവുകയും രോഗങ്ങൾ തന്നെ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. പിന്നെയുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ നമ്മുടെയൊക്കെ അടുത്തുള്ള പ്രദേശങ്ങളിൽ കിടക്കുന്ന ഒഴിഞ്ഞ പറമ്പുകളിൽ കിടക്കുന്ന മരങ്ങളും ചെടികളും ഒക്കെ ഇങ്ങനെ തോന്നിയാസം വളരുന്നതാണ്. അതിനെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ വെള്ളം കെട്ടി നിന്നിട്ടൊക്കെയാണല്ലോ കൊതുകുണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇങ്ങനെ വിജനമായ പറമ്പുകൾ കിടപ്പുണ്ടെങ്കിൽ അത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം പറമ്പുടമയ്ക്ക് തന്നെയാണ്. അത് കൃത്യമായിട്ട് അയാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വലിയ ഫൈൻ അടിച്ചുകൊണ്ട് അയാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ 1000 രൂപ കൊടുത്ത് ഒരുത്തനെ കൊണ്ട് വൃത്തിയാക്കുന്നതിന് പകരമായിട്ട് അവന് 5000 രൂപ ഫൈൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൻ ആ കൃത്യ സമയത്ത് പോയിട്ട് ആ പറമ്പെല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടോളും. അവൻ്റെ പറമ്പ് നന്നാവും, നാട്ടുകാർക്ക് ശല്യവുമില്ല. ഇതല്ല, വീടുകൾ ചുറ്റിനും കാണുന്ന അടുക്കൊരുത്തന് ഒരു കുറച്ച് 5 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ടാകും. ഇതിനകത്ത് മുഴുവൻ കാട് കയറി പാമ്പും പട്ടിയും പഴുതാരയായിട്ട് വീടുകളിലൊന്നും താമസിക്കാൻ കഴിയാതെ വരികയാണ് ചെയ്യുന്നത്. ഇത് അവൻ്റെ പറമ്പല്ലേ എന്ന് ഓർത്ത് എല്ലാവരും മിണ്ടാതിരിക്കും. കാരണം നിയമമൊന്നുമില്ല, ഇവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം ആൾക്കാരെല്ലാം ജനലടച്ച് നോക്കിയിരിക്കും. ഇവർക്കെല്ലാം രോഗങ്ങളുണ്ടാകുകയാണ് ഈ പറമ്പിൽ നിന്നും. അതുപോലെ ഈ കണ്ട ആൾക്കാർ മുഴുവൻ വേസ്റ്റ് തട്ടുന്നു ഈ പറമ്പിലോട്ടായിരിക്കും. അപ്പോൾ അതവിടെ കിടന്ന് ഇഞ്ഞ് നാറി കൊതുകും ഈച്ചയും പാറ്റായിട്ട് സകലർക്കും രോഗം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതെന്താ നമ്മുടെ ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ പറമ്പ് കിടക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ എല്ലാവരും പിരിവിട്ടിട്ട് നാട്ടുകാർ ആ പറമ്പ് വൃത്തിയാക്കുക, അതല്ലെങ്കിൽ ഉടമയെ വിളിച്ചുകൊണ്ട് മര്യാദക്കട ഈ പറമ്പ് ശരിയാക്കണം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതല്ല, അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് അവന് ഫൈൻ അടിപ്പിച്ചിട്ട് വേണം ചെയ്യാം. സിമ്പിളായ കേസാണ് അതൊക്കെ. പിന്നെയുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമാണ്. സത്യത്തിൽ നമ്മൾ വെറും മണ്ടന്മാരാണ്. ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നൊക്കെ പറയുന്നത് വെറും ഉടായിപ്പാണ്, നമ്പരാണ്. കാരണം ഈ കടകളിൽ പ്ലാസ്റ്റിക് വരുന്ന ഇവിടെ നിന്നാണ്, സ്ഥാപനങ്ങളുടെ സാധനങ്ങൾ പൊതിഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് തിരിച്ചെടുക്കേണ്ടവരാണ് ഈ സ്ഥാപനങ്ങൾ തന്നെയല്ലേ. ഈ ഫാക്ടറി ഉണ്ടാക്കി വിടുന്ന ഫാക്ടറികൾ തന്നെയാണ് ഈ പ്ലാസ്റ്റിക് തിരിച്ച് എടുത്തു വിടേണ്ടത്. അതല്ലെങ്കിൽ നാട്ടുകാർക്കാണോ ഈ കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ വേസ്റ്റുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നശിപ്പിച്ച് കളയേണ്ട ഉത്തരവാദിത്വം? അതല്ല, അത് ഈ കമ്പനികൾക്ക് തന്നെയാണ്. ഈ കമ്പനികൾ തിരിച്ചെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ അവർക്ക് കുറച്ച് ചിലവൊക്കെ ഉണ്ടാവും. അതായത് വീട് തോറും നടന്ന് കളക്ട് ചെയ്തുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കുകളെ എടുക്കാൻ ജോലിക്കാരെ വെക്കേണ്ടി വരും. അതുപോലെ അതിൻ്റെ വാഹന ചെലവും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോൾ ചെറിയൊരു ചിലവ് അവർക്കുണ്ടാവും.
ഇനി ഈ നഷ്ടം അവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ ഈ വിൽക്കുന്ന സാധനത്തിനകത്ത് ചെറിയൊരു തുക കയറ്റി വെച്ചാൽ മതി, 2-5 രൂപ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ അവർക്ക് കമ്പനിക്ക് മുതലാവുകയും ചെയ്യും. അവർ തന്നെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിരിച്ചെടുത്താൽ സിമ്പിളായി നാട്ടിലെ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലേ. അവർ തന്നെ ഡംപ് ചെയ്യും. അതല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഉരുക്കുന്ന കമ്പനികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ അവർ തന്നെ വേണേൽ പൈസ സ്വീകരിക്കട്ടെ. നമ്മളെന്നെ അതിൻ്റെ പുറകെ നടക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രശ്നം നമ്മുടെ വേസ്റ്റ് വാട്ടറാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മറ്റ് ഫാക്ടറികൾ എന്തെങ്കിലും സ്ഥാപിച്ച് നമുക്ക് തന്നെയുള്ള വെള്ളമാക്കി തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം തയ്യാറാക്കുക എന്നുള്ളതാണ്. അല്ലാതെ പ്ലാസ്റ്റിക് പലരും വിറ്റ് കാശുണ്ടാക്കുന്നതിന് നമ്മൾ വേണം അവൻ്റെ വേസ്റ്റിനെ ഡംപ് ചെയ്യേണ്ടത്. അവൻ്റെ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നത്തിനാണ് നമ്മൾ കാശ് കൊടുക്കുന്നത്. അത് പൊതിഞ്ഞ് നല്ല രീതിയിൽ തരേണ്ടത്, അതായത് സമൂഹത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ തരേണ്ട ഉത്തരവാദിത്വം കമ്പനികൾക്കാണ് ഉള്ളത്. അതുകൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനത്തിലായിരിക്കണം പൊതിയേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവൻ ഈ സാധനം തിരിച്ചെടുക്കണം. ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് ഈ പ്ലാസ്റ്റിക് കൊണ്ടുതന്നെയും അവൻ കൂടിനകത്ത് കൊണ്ട് വേസ്റ്റ് പിന്നിൽ കൊണ്ട് തട്ടുകയല്ലേ മാർഗമുള്ളൂ. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ ആ സംവിധാനം കേരളത്തിലില്ല. കാരണം സർക്കാരിൻ്റെ ഒരു കാലത്തും കാശില്ലാത്തത് കൊണ്ട് ഈ വേസ്റ്റ് ബിൻ പരിപാടിയൊന്നും അതെടുക്കാനോ ഒന്നും സർക്കാരിൻ്റെ കാര്യം നടപടി ഉണ്ടാവില്ല. സർക്കാരിനെ ആശ്രയിക്കാനൊന്നും പറ്റില്ല. കാരണം സർക്കാരിന് അതിനേക്കാൾ വലിയ ചിലവ് ഇലക്ഷനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുക. ഇലക്ഷന് കോടിക്കണക്കിന് രൂപ സർക്കാരിന് അതെല്ലാം ഉണ്ടാക്കിയ അവർ 5 കൊല്ലം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അവർ അനാവശ്യമായിട്ട് പൈസ ചിലവഴിക്കില്ല. പൈസ ഈ ഫ്ലക്സിനും പരമൺസ്മെൻറ്റിനും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് അവർക്ക് ചിലവഴിക്കേണ്ടത്. അതുകൊണ്ട് അവർ അതിനുവേണ്ടി പൈസ ഉണ്ടാക്കുക ചെയ്യുന്നത് 5 കൊല്ലം കൊണ്ട്. അതുപോലെ വലിയ വലിയ വ്യവസായങ്ങളുടെ മാലിന്യങ്ങൾ തിരിച്ചെടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ഏതാണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അവരങ്ങനെ ചെയ്യുന്നുണ്ട്, അവരതിൻ്റെ ഡംപ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കമ്പനികളും നമ്മൾ ഈ വീട്ടുവളപ്പിലൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പ്ലാസ്റ്റിക്കിനകത്താണ് കയറ്റി വിടുന്നതെന്നുണ്ടെങ്കിൽ ഈ പൊരി ഗിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ തന്നെ ആ സാധനം തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ കച്ചവടം ചെയ്യേണ്ട, പരിപാടി കഴിഞ്ഞില്ലേ. അവർ ഇലക്കകത്ത് പൊതിഞ്ഞ് കൊടുക്കട്ടെ. അല്ലാതെ പ്ലാസ്റ്റിക് വീടുകളിൽ കൊണ്ട് കൂട്ടി വെച്ചിട്ട് അതെടുക്കാൻ വേണ്ടി പിന്നെ ആളെ അതിനും കാശ് നമ്മൾ വേറെ കൊടുക്കണം. അവനെ പ്ലാസ്റ്റിക് കൊണ്ട് വിൽക്കുകയും ചെയ്യും, നമ്മളത് എടുക്കാൻ കാശ് വേറെയും കൊടുക്കണം. എന്തിനീ പണിക്ക് പോകുന്നു, ഡബിൾ പണിക്ക്? ജനങ്ങൾ എന്തിനെ പറ്റിക്കുന്നത്? അങ്ങനെ ഓരോ കാര്യത്തിലും കൃത്യമായ ഒരു ഉത്തരവാദിത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ രോഗവുമില്ല, മാലിന്യവുമില്ല, ഒന്നുമില്ല, നാട് വളരെ ശുദ്ധിയാവുകയും ചെയ്യും. ഇങ്ങനെ നിയമം ലംഘിക്കുന്നവരെ പിടികൂടുക എന്ന ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പൊതുജനത്തിനാണുള്ളത്. ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. അതിൽ നിന്ന് അവർക്ക് ഒരിക്കലും ഒഴിവാകാൻ കഴിയില്ല. മറ്റുള്ളവർ അതിൻ്റെ ഏറ്റെടുക്കേണ്ട ആവശ്യമായിരിക്കുന്നു. അവർ വൃത്തികെട്ട സാധനങ്ങൾ അവിടെ കൂട്ടിയിട്ട് അതിനകത്ത് ഈച്ചയും കൊതുകും പെരുകി രോഗം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും മറ്റ് മണ്ഡലത്തിലുള്ളവർ അല്ലെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റി ഉള്ളവരൊന്നും ഉത്തരവാദിയില്ല. കേരളീയർ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ട. ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ആ ഒരു മുനിസിപ്പാലിറ്റിക്കാർ മാത്രം ഏറ്റെടുത്താൽ മതി. അവരുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കുക രോഗം അവിടെ ഉണ്ടാവരുത്. അതുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഭരണകൂടങ്ങളാണ് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എല്ലാം വരേണ്ടത്. പാർട്ടിയുടെ പേരിൽ ഇവർക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാർട്ടിക്കാരെ മാത്രം ജയിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വന്തം കുടുംബത്തിന് രോഗങ്ങൾ മൂലമുള്ള നഷ്ടങ്ങളും നാശങ്ങളും മരണവുമെല്ലാം സംഭവിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് ഉണ്ടാകുന്നത്. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ലാഭം പാർട്ടിയിലെ ഉന്നത തലങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. താഴേക്കിടയുള്ളവന് ഒന്നും ഉണ്ടാകുന്നില്ല. അവൻ്റെ സമയവും അവൻ്റെ കുടുംബജീവിതം എല്ലാം താറുമാറാകുമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവും ഈ പാർട്ടി പ്രവർത്തകന്മാർക്ക് ഉണ്ടാകുന്നില്ല. PJ വിളിക്കാൻ അവൻ്റെ സമയം കളയുക, പുറകെ നടന്നിട്ട്. എന്തിന് 10 പൈസ കിട്ടുമോ? ഇപ്പോൾ ഒരു ദിവസം പാർട്ടിക്കാർ വിളിച്ചുകൊണ്ട് ഒരു 500 രൂപ തന്നു, അല്ലെങ്കിൽ ഒരു ബിരിയാണിയും തന്നു. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജീവിക്കും, നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകും, നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയല്ലേ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്നും പാർട്ടി പ്രവർത്തനം നടത്തിയില്ല ജാഥയ്ക്ക് പോയി കാശുണ്ടാക്കിയിട്ടല്ലല്ലോ ആരും ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയെ അത്ര തലയിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ടിയെ ഈ പാട്ടുകളിലും ഈ കഥയിലൊക്കെ പറയുന്ന പോലെ നെഞ്ചിലേറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ഭരണകൂടമാണ്, ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടാണ് നമ്മൾ. നിങ്ങൾ എന്ത് വൃത്തികേട് വേണം ചെയ്തോ, കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ഇല്ലാത്തവനെ സംബന്ധിച്ച് അവന് ഈ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. എനിക്ക് നല്ല സാധനം കിട്ടുക, നാട്ടിൽ രോഗങ്ങളില്ലായിരിക്കുക, ഇത് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവൻ്റെ ജോലി. പാർട്ടിയായി കഴിയുമ്പോഴാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നതും കടപ്പാടുകൾ ഉണ്ടാകുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾ വോട്ടുകൾ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് ഉത്തരവാദിത്തമുള്ള പാർട്ടിക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുക. നമ്മളിപ്പോൾ ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഇനി ആരാണ് ഉത്തരവാദിത്തം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്നവർ കൃത്യമായി പണിയെടുക്കുന്നുണ്ടോ, അവർ സത്യസന്ധനാണോ എന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് കൃത്യമായി നിർവഹിക്കുകയും വേണം. ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും അങ്ങനെ കൃത്യമായി ജനങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ വിട്ടുവീഴ്ചകളാണ് നമുക്ക് എപ്പോഴും നഷ്ടങ്ങൾ വരുത്തുന്നത്. നമ്മളതിനെ വെറുതെ ഉപദ്രവിക്കുന്നത്. ഇങ്ങനെ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം വിചാരിക്കുമ്പോഴാണ് ഇവിടെ അനീതികൾ നടമാടുന്നത്. പിന്നീട് നമ്മളത് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സംസ്ഥാന തലത്തിൽ തന്നെ ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും
ഭരണകൂടത്തോട് വൃത്തിയുടെയും വെടിപ്പിൻ്റെയും ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ കാര്യത്തിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാതെ വരുമ്പോൾ കേരളം സുന്ദരമായ അതിസൗന്ദര്യമുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്.